ക്ലാസ് 10 സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും യൂണിറ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാർട്ടർലി ഓണം പരീക്ഷയ്ക്കോ ക്ലാസ് ടെസ്റ്റിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഒക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മെയിൻ പഠിക്കാൻ പോകുന്നത് റെയിൻബോനെ പറ്റി, കളർ മിക്സിങ്ങിനെ പറ്റി, സ്കാറ്ററിങ്ങിനെ പറ്റി, പ്രിസം, ഐ ഡിഫക്ട്സ്, പിന്നെ വിസിബിൾ സ്പെക്ട്രം. ഇതിനൊക്കെ റിവിഷൻ ചെയ്തിട്ട് ചെറുതായിട്ട് റിവിഷനും അതിനെ കൂടത്തെ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് പോകും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഓർഡറിലായിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു കോൺസെപ്റ്റ് അണ്ടർ ഇതേപോലെ. അപ്പോൾ കോൺസെപ്റ്റ് 1 എന്താ? റെയിൻബോ ആൻഡ് പ്രിസം. അപ്പോൾ റെയിൻബോ ആൻഡ് പ്രിസമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. എന്തിനങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഭാഷ അങ്ങോട്ട് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അപ്പം തന്നെ നമുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1, 3 അതേപോലെ 6th ക്വസ്റ്റ്യൻ ഈ കോൺസെപ്റ്റിൽ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ടേക്കിംഗ് പ്ലേസ് വെൻ ലൈറ്റ് റേസ് പാസ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ടു ഫോം എ റെയിൻബോ. അത് ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ, റിഫ്രാക്ഷൻ മാത്രമാണോ, റിഫ്രാക്ഷൻ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ, ഇതൊന്നും അല്ലേ? അതാണ് ചോദ്യം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സൈഡിൽ ഒരു ചിത്രം കാണാം. സൺലൈറ്റ് കുറെ മില്യൺസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ആദ്യം ചെയ്യുന്നത് എന്താ? റിഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പൊ എയറിന്ന് സൺലൈറ്റിലേക്ക് കയറുമ്പോൾ ഡെൻസർ മീഡിയത്തിലേക്കാണ് കയറിയത്, റെയർ മീഡിയത്തിൽ നിന്ന്. അപ്പൊ ലൈറ്റ് റിഫ്രാക്ട് ചെയ്യും. പിന്നെ 7 കളേഴ്സ് ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യും. വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. വീണ്ടും ലൈറ്റ് പുറത്തേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? റെയിൻബോ കാണുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ചോദിച്ച ഏതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത്? റിഫ്രാക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടോ? അതും ഉണ്ട്. അപ്പൊ നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? സി അല്ലേ? റിഫ്രാക്ഷൻ ആൻഡ് ഇന്റേണൽ റിഫ്ലക്ഷൻ. മനസ്സിലായല്ലോ? ഇനി when a ray of light enters obliquely and passes through a prism. ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് വരുന്നതിന് ഒബ്ലീക്ക് എന്ന് പറയുന്നത്. ഒബ്ലീക്ക് ആയിട്ട് ലൈറ്റ് റേസ് ഒരു പ്രിസത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ 1 ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അണ്ടർഗോസ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. എന്താ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു 7 കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് അല്ലെ? അതല്ല ഡിസ്പേർഷൻ, അത് നടക്കുന്നുണ്ട്. അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ. ഡിസ്പേർഷനും ഡീവിയേഷനും നടക്കുന്നുണ്ട്. ഡിസ്പേർഷൻ നടന്നു. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ എങ്ങനെ പോകുന്ന ലൈറ്റ് അല്ല, കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. റെഡ് നല്ലോണം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, വയലറ്റ് ലീസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നടക്കുന്നില്ല അവിടെ. നോട്ട് സബ്ജക്ട് ടു എനി ഓഫ് ദീസ്. ഇതൊന്നും അല്ല. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻസ് നമുക്ക് അവിടെ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഡീവിയേഷൻ നടക്കുന്നുണ്ട് അല്ലെ? ഡീവിയേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പേർഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഏതാ? 2 and 3 ആണ് അല്ലെ? 2 and 3. ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, അതേപോലെ ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ രണ്ടും അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓപ്ഷൻ 2 and 3 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ദ ഗ്ലാസ് പ്രിസം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചിത്രം തന്നത്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആ പ്രിസം ഒന്ന് തല തിരിച്ചു വെച്ചതാണ്. അപ്പൊ ഇങ്ങനെ പോയി ഇത് എങ്ങനെയായിരിക്കും പുറത്ത് വരുന്നത്? മനസ്സിലായല്ലോ? ഓക്കെ, രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താ? കളർ മിക്സിംഗ്. ഇപ്പൊ പലതരം നമ്മളുടെ പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള കളേഴ്സ് എന്താണ്? സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ RBG, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇതാണ് നമ്മളുടെ പ്രൈമറി കളർ എന്ന് പറയുന്നത്. ഈ ലൈറ്റ് കളറിലുള്ള കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അപ്പം എഡിറ്റീവ് മിക്സിംഗ് എന്ന് പറയുന്നു. ഇപ്പൊ റെഡും ഗ്രീനും കൂടി ചേർന്ന യെല്ലോ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മ വെക്കണേ. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. റെഡും അതേപോലെ തന്നെ ഈ ബ്ലൂവും കൂടി ചേർന്നാൽ നമുക്ക് മെജന്റ എന്ന് പറഞ്ഞൊരു കളറാണ് കിട്ടുന്നത് അല്ലെ? ചെറിയൊരു പിങ്കിഷ് കളറാണ് വരുന്നത്. ഇനി 3 എണ്ണം റെഡും ഗ്രീനും ബ്ലൂവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന വൈറ്റ് ആണ്. ഓക്കെ, ഗ്രീൻ ആൻഡ് ബ്ലൂ കൂടി കഴിഞ്ഞാൽ സിയാൻ എന്ന് പറയുന്ന വേറൊരു കളർ. ശ്രദ്ധിച്ചല്ലോ? ഇനി സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇവിടെ സയാൻ, മെജന്റ, യെല്ലോ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെക്കൻഡറി കളേഴ്സ് ആണ്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളേഴ്സ് സയാനും മെജന്റ കൂടിയ ബ്ലൂ ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ യെല്ലോ സയാനും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കിട്ടും. മൂന്നും കൂടി, അതായത് ഇവിടെ നമുക്ക് മെജന്റ യെല്ലോ കൂടി കഴിഞ്ഞാൽ റെഡ് വന്നു. ബ്ലൂ അല്ലെങ്കിൽ സയാൻ, മെജന്റ, യെല്ലോ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആണ്, ഡാർക്ക് ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇത് ശ്രദ്ധിച്ച് അവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, കോൺസെപ്റ്റ് ടൂളത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് കളേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ്? ഇത് നോക്കി നിങ്ങൾ പറയണം. ഓക്കെ, വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്താ മെജന്റയും ബ്ലൂ ആണോ, യെല്ലോയും ഗ്രീനും കൂടി ചേർന്നതാണോ, റെഡും ഗ്രീനും ആണോ, അല്ലെ മെജന്റ ഗ്രീൻ ആണോ? അല്ലെ, ഏതാ വേണ്ടത്? നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, മെജന്റ ഗ്രീൻ, മെജന്റയും ഗ്രീനും കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? വൈറ്റ് ലൈറ്റ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? നമ്മളുടെ ആൻസർ എന്താ? അപ്പം ഓപ്ഷൻ ഡി, മെജന്റ ആൻഡ് ഗ്രീൻ ആണ്. ഓക്കെ, അതാണ് ഈ സൈഡിൽ ഈ ഒരു കളർ മിക്സിങ് ചെയ്ത കാര്യം വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അപ്രോപ്രിയേറ്റ്ലി. ശരിയായ രീതിയിൽ നമുക്ക് ഫിൽ ചെയ്യാം. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? സയാൻ കളർ പ്ലസ് ഡാഷ് ഗീവ്സ് വൈറ്റ് ലൈറ്റ്. അപ്പൊ സയാൻ കളറും ഏത് കളറും കൂടി ചേർന്നാണ് വൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നത്? സയാനും ഏത് കളറാണ് വൈറ്റ് ലൈറ്റ്? സയാൻ. അവിടെ സയാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ സയാനും ഏത് കളർ കൂടി ചേരുമ്പോഴാണ്? റെഡും കൂടി ചേരുമ്പോഴാണ് അല്ലെ. സയാനും റെഡും കൂടി ചേരുമ്പോൾ വൈറ്റ് കളർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ട്? റെഡ് കളറാണ്. Cyan and red gives white light. Blue color plus dash gives white light. Blue color plus dash light gives white light. ബ്ലൂവും യെല്ലോയും കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ബ്ലൂ കളർ പ്ലസ് യെല്ലോ. ഇനി മെജന്റ കളർ പ്ലസ് ഗ്രീൻ കളർ. മെജന്റയും ഗ്രീനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഏത് കളറാണ്? മെജന്റ ആൻഡ് ഗ്രീൻ, വൈറ്റ് ആണ് കിട്ടുന്നത് അല്ലെ. വൈറ്റ് കളർ. Magenta and green gives white color. Magenta color plus cyan color plus yellow color. മെജന്റയും സയനും യെല്ലോയും കൂടി ചേരാം. മെജന്റ, സയൻ ആൻഡ് യെല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വൈറ്റ് കളർ തന്നെയാണ്. ഓക്കെ, വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ വൈറ്റ് കളർ ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ടേബിൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളുടെ ഇലുമിനേഷൻ ഒരു റൂമിന്റെ ലൈറ്റിംഗ് ഈ കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് ആണ്. കളർ ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. കളർ ഓഫ് ദ ഒബ്ജക്റ്റ് ഒറിജിനൽ കളർ മെജന്റയും ഗ്രീൻ ആണ്. ആ റൂമിന്റെ ലൈറ്റ് ഗ്രീൻ, ബ്ലൂ, റെഡ്, മെജന്റ, സാൻ ആൻഡ് യെല്ലോ. അപ്പം ഈ കളേഴ്സ് വരുമ്പം മെജന്റയിലുള്ള കളറ് നമ്മൾ ഗ്രീൻ ലൈറ്റിൽ വരുമ്പോൾ എങ്ങനെയാ കാണുന്നത്, മെജന്റയിലുള്ളത് ബ്ലൂ വരുമ്പോൾ എങ്ങനെയാണ്, അത് നമ്മൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മൾ കണ്ട ആ ചിത്രം നോക്കുക, ആൻസർ ചെയ്യുക. അപ്പം ഗ്രീൻ ലൈറ്റിൽ മെജന്റ നമുക്ക് എങ്ങനെയായിരിക്കും കാണാം? ഗ്രീൻ ലൈറ്റ് മെജന്റ ഡാർക്ക് ആയിരിക്കും. ഓക്കെ, ഡാർക്ക് കളർ ആയിരിക്കും. കാരണം മെജന്റ ഏകദേശം ഒരു വയലറ്റ് അല്ലെ ഒരു കളറാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ ഡാർക്ക് ആയിരിക്കും. ഗ്രീൻ പിന്നെ എന്തുതന്നെയായിരിക്കും? ഗ്രീൻ തന്നെയായിരിക്കും, അതിന് ചേഞ്ച് ഒന്നുമില്ല. ബ്ലൂ ലൈറ്റും മെജന്റ ഒബ്ജക്റ്റ് ആണെങ്കിലോ, അപ്പോൾ നമുക്ക് ബ്ലൂ ലൈറ്റേ കാണുള്ളൂ. ബ്ലൂ പ്രൈമറി കളറാണ് അല്ലെ, ബ്ലൂ ആണ്. പിന്നെ ഗ്രീൻ ആണെങ്കിലോ, അപ്പൊ നമുക്ക് ഡാർക്ക് ആയിരിക്കും കാണുന്നത്, ഡാർക്ക്. ഇനി റെഡ് കളർ ലൈറ്റ് മെജന്റ ഒബ്ജക്റ്റ് റെഡ് തന്നെ ആയിരിക്കും കാണുന്നത്. മിക്സിങ് നോക്കി മനസ്സിലാക്കാം കേട്ടോ. റെഡ് കളറിൽ ഗ്രീൻ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? ഡാർക്ക് ആയിരിക്കും, നമുക്കത് മനസ്സിലാവില്ല. മെജന്റയില് മെജന്റ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? സെയിം മെജന്റ കളർ തന്നെ ആയിരിക്കും. ഇനി മെജന്റ ലൈറ്റ് ഗ്രീൻ കളർ ഒബ്ജക്റ്റ് ഡാർക്ക് ആയിരിക്കും. സയാൻ ആൻഡ് മെജന്റ, സയാനിൽ സയാൻ തന്നെ കളർ വരും. ഗ്രീൻ ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും കളർ വരിക. ഓക്കെ, ബ്ലൂ കളർ ആയിരിക്കും. ഇനി യെല്ലോ ലൈറ്റ് മെജന്റ രണ്ടും കൂടി മിക്സ് ചെയ്താൽ നേരത്തെ നമ്മൾ കണ്ടതാണ് റെഡ് കളറാണ് നമുക്ക് കിട്ടുന്നത്. യെല്ലോ ആൻഡ് ഗ്രീൻ ആണെങ്കിലോ ഗ്രീൻ കളർ തന്നെ ആയിരിക്കും. ഓക്കെ,
ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ ആ ഡയഗ്രം നിങ്ങൾ നോക്കാം, മിക്സിംഗ് ഓഫ് കളറിന്റെ. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയും. എന്താ ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കാറ്റർ ചെയ്യാൻ പറഞ്ഞാൽ ചെതറി പോവാ അല്ലെ, സ്കാറ്ററിംഗ് പറഞ്ഞാൽ ചെതറി പോലാണ് ലൈറ്റ്. അപ്പം ഷോർട്ടർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയർ കൂടെ പാസ് ചെയ്യുമ്പം പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, 4 ഭാഗത്തേക്ക്, ഒരു ചിത്രം കണ്ടോ, 4 ഭാഗത്തേക്ക് ലൈറ്റ്സിനെ അങ്ങോട്ടും ചെതറി അങ്ങോട്ട് വിടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെതറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മൊത്തം അറ്റ്മോസ്ഫിയറിൽ ഈ കളർ കൊണ്ട് അങ്ങോട്ട് നിറയും, ഫില്ലാവും അല്ലെ. ലോങ്ങർ വേവ് ലെങ്ത്തുള്ള കളേഴ്സ് ഒക്കെ ഒരു ബാധയില്ല, നേരെ താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. രണ്ടാമത്തെ ചിത്രം കണ്ടോ, ഈ ബ്ലൂ കളറൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്കാറ്റർ ചെയ്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് അല്ലെ. പിന്നെ വേവ് ലെങ്ത് കൂടിയതൊക്കെ സ്കാറ്റർ ചെയ്യാതെ നേരെ നമ്മളുടെ കണ്ണിലേക്ക് അങ്ങോട്ട് എത്തും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ പാർട്ടിക്കിൾസ് കാരണം ലൈറ്റ് ചെതറുന്നതിന് എന്താ പറയുക, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയും. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടത്. പിന്നെ 9th എന്താ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ സ്കാറ്ററിംഗ് ഫോർ ദ ഫോളോയിങ്. സ്കാറ്ററിംഗിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ എക്സ്പ്ലനേഷൻ കൊടുക്കണം. റെഡ് ലൈറ്റ് ഇസ് യൂസ്ഡ് ഫോർ എമർജൻസി ലാബ്സ്. എന്തുകൊണ്ടാണ് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്? അപ്പം ഈ രണ്ടാമത്തെ ചിത്രം കണ്ടോ, റെഡ് ലൈറ്റിന് വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പൊ അത് സ്കാറ്റർ ആവില്ല, അപ്പൊ അത് നേരെ നമ്മളുടെ കണ്ണിലേക്ക് എത്തിച്ചേരും. ഇത് സ്പീഡിൽ ട്രാവലും ചെയ്യും. ഓക്കെ, ഇപ്പൊ ലോങ്ങർ ഡിസ്റ്റൻസ് ഇത് എന്തായിരിക്കും, കുറഞ്ഞ അളവിലായിരിക്കും സ്കാറ്റർ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളുടെ കണ്ണിലേക്ക് എത്തും. മറ്റുള്ള വേവ് ലെങ്ത് ഒക്കെ അങ്ങോട്ട് ചെതറി പോകുന്നതുകൊണ്ട് സന്ധ്യാസമയത്ത് നമുക്ക് കാണുന്നത് റെഡിഷ് സ്കൈ ആയിരിക്കും. അതേപോലെ തന്നെ എന്ത് എമർജൻസി ഉണ്ട്, എന്ത് ഡേഞ്ചർ ഉണ്ടെങ്കിലും ചുവന്ന സൈൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് സ്കാറ്ററിംഗ് കുറവായതുകൊണ്ട്, ലോങ് വേവ് ലെങ്ത് ഉള്ളത് കൊണ്ട് ഇത് സ്കാറ്ററിംഗ് ഒന്നും ചെയ്യാതെ നേരെ നമ്മളുടെ കണ്ണിലേക്ക് എത്തും. അതുകൊണ്ടാണ്. ഓക്കെ, അത് ലീസ്റ്റ് സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിന് ദൂരത്ത് കാണാനും പറ്റും. ദ സ്കൈ ഓഫ് ദ മൂൺ അപ്പിയേഴ്സ് ഡാർക്ക് ഈവൻ ഡ്യൂറിങ് ദ ഡേ. അപ്പം നമ്മളുടെ മൂണിലാണ് നമ്മളിപ്പം പോയതെന്ന് വിചാരിക്കുക. ആ സമയത്ത് പകലാണെങ്കിൽ നമുക്ക് സ്കൈ അവിടെ എന്താണ്, ഡാർക്കാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതിന് റീസൺ എന്താ? നമുക്കറിയാം, മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ അവിടെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. അതുകൊണ്ട് മൂണിന്റെ സർഫേസ് പകൽ സമയത്താണെങ്കിലും എന്തായിരിക്കും, ഡാർക്ക് ആയിരിക്കും. ഓക്കെ, ഡീപ് സീ അപ്പിയേഴ്സ് ബ്ലൂ. ആഴക്കടല് നല്ല ബ്ലൂ കളറായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പൊ സൺലൈറ്റ് ഓഷ്യനിലകത്തേക്ക് കിടക്കുമ്പം വാട്ടർ മോളിക്യൂൾസ് കുറേയൊക്കെ, ഇത് എനർജിയാണ് ലൈറ്റ് എന്ന് പറയുന്നത്, അബ്സോർബ് ചെയ്യും. എന്നിട്ട് പല കളറിനെ അങ്ങോട്ട് സ്കാറ്റർ ചെയ്ത് വിടും ചെയ്യും. ബ്ലൂ ലൈറ്റ് നമുക്കറിയാം ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. അത് ബാക്കിയുള്ള കളേഴ്സിനെ കാട്ടി കൂടുതൽ അങ്ങോട്ട് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും. അപ്പം മൊത്തം ആ വാട്ടർ സർഫേസിന് മുകളിൽ ഫുൾ എന്ത് കളറായിരിക്കും, സ്കാറ്റർ ചെയ്ത് വരുമ്പം ബ്ലൂ കളർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്ന ഈ ബ്ലൂ കളർ ആയതുകൊണ്ട് നമുക്ക് ആ വെള്ളം എന്തായിട്ട് തോന്നും, ബ്ലൂ ആയിട്ട് തോന്നും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ വരുന്ന 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ഇസ് കളർലെസ് ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് വൈറ്റ് ഇൻ വാട്ടർഫാൾസ്. എന്തുകൊണ്ടാണെന്നാ, ഇവിടെയും കാരണം എന്താ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. നമ്മളിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും, വാട്ടർ ബബിൾസ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ വാട്ടർ ഡ്രോപ്ലെറ്റ്സും വാട്ടർ ബബിൾസും ഒക്കെ കൂടി ഈ ലൈറ്റിനെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് വിടും. അപ്പം ഒരേ സമയം എല്ലാ കളേഴ്സും നമ്മളുടെ കണ്ണിൽ എത്തുന്നത് കൊണ്ട് നമുക്ക് ഓരോ കളറിനെ വ്യത്യസ്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളുടെ കണ്ണിന് സാധിക്കില്ല. അപ്പൊ നമുക്ക് കാണുന്നത് എന്തായിരിക്കും, വെള്ള കളറായിരിക്കും. ഓക്കെ, അപ്പം എല്ലാ ലൈറ്റും ഒരേപോലെ ഒരേ സമയത്ത് സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട് കണ്ണിലേക്ക് ഒരു പ്രത്യേക കളർ എത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് വാട്ടർഫാൾസ് എന്തായിട്ടാണ് തോന്നുന്നത്, വൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്. ഈവൻ എന്തുണ്ടാ, വെള്ളം കളർലെസ് ആണ്, എന്നിട്ട് നമുക്കത് വെള്ള കളറിൽ തോന്നാനുള്ള കാരണം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി 4ാമത്തെ കോൺസെപ്റ്റ് എന്താ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം പ്രിസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ, പ്രിസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ പ്രിസത്തിന്റെ ലൈറ്റ് പാസ് ചെയ്യുമ്പം നമുക്ക് കാണുന്ന ഈ 7 കളേഴ്സ് മാത്രമാണ്. പക്ഷെ ആ 7 കളേഴ്സിന്റെ വയലറ്റിന്റെ മുകളിലും ഉണ്ട്, റെഡിന്റെ താഴോട്ടേക്കും വേറെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. നമ്മൾ കാണുന്ന ഈ 7 കളേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം, വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പം വയലറ്റിന് മുന്നേ അൾട്രാ വയലറ്റ് ഉണ്ട്, റെഡിന്റെ ശേഷം ഇൻഫ്രാ റെഡ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമാറേസ്, അങ്ങനെ നമ്മളുടെ കണ്ണിന് കാണാൻ സാധിക്കാത്ത പലതരത്തിലുള്ള ലൈറ്റ് വേവ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ 7 മാത്രമാണ്, അത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്.
മനസ്സിലായല്ലോ. വാട്ട് ആർ ദ റേഡിയേഷൻ ദാറ്റ് ആർ സീൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ വിസിബിൾ ലൈറ്റ്? അതിപ്പം പറഞ്ഞു അല്ലേ. ലൈറ്റ് വൺ യൂസ് ഓഫ് ദ റേഡിയേഷൻ വിത്ത് എ ഷോർട്ടർ വേവ് ലെങ്ത് ദാൻ വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിനെ കാട്ടിയും ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് റേഡിന്റെ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. നമ്മൾ യു വി റേഡിയേഷൻ ഉണ്ട് അല്ലേ, അൾട്രാ വയലറ്റ്. ആ അൾട്രാ വയലറ്റ് കുറഞ്ഞ അളവിൽ നമ്മളുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ, അൾട്രാ വയലറ്റിന്റെ ഗുണം മെയിൻലി അതാണ് വരുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അവസാനത്തെ കോൺസെപ്റ്റ് വിഷൻ അല്ലേ, നമ്മളുടെ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിന് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് ഹൈപ്പർ മെട്രോപ്പിയ ഇസ് 40 സെന്റിമീറ്റർ. അപ്പം സാധാരണ ഒരു നോർമൽ മനുഷ്യന്റെ നോർമൽ ഐ സൈറ്റ് ഉള്ള ഒരാളുടെ വിസിബിൾ അല്ലെങ്കിൽ ഫാർ പോയിന്റ് അങ്ങനെ രണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നിയർ പോയിന്റ് സാധാരണ ഒരു 25 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം അടുത്തുള്ള ഒബ്ജക്റ്റ് നോർമൽ ഐസിന് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദൂരമുള്ള ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണും, പക്ഷെ അടുത്തുള്ള ഒബ്ജക്റ്റ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഈ മനുഷ്യന് 25 സെന്റിമീറ്റർ ദൂരത്തുള്ള ബുക്ക് വായിക്കാൻ പറ്റുമോ? അയാളുടെ നിയർ പോയിന്റ് 40ആണ്. 40 സെന്റിമീറ്റർ ദൂരത്തുണ്ട് അയാൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ 25 വെച്ച് കഴിഞ്ഞാൽ കാണോ? ഇല്ല, ഒരിക്കലും അയാൾക്ക് കാണാൻ സാധിക്കില്ല. ക്യാൻ ദിസ് പേഴ്സൺ സീ ആൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി? ഇയാൾക്ക് ദൂരമുള്ള ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുമോ? സാധിക്കും അല്ലേ, കാരണം അയാൾക്ക് അടുത്തുള്ളതേ കാണാൻ പറ്റാത്തുള്ളൂ. അയാൾക്ക് ദൂരമുള്ള ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മനസ്സിലായല്ലോ, അതാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൗ ക്യാൻ ദിസ് ഡിഫക്റ്റ് ഓഫ് ദ ഐ ബി റെക്ടിഫൈഡ്? ഈ ഡിഫക്റ്റ് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അപ്പം അയാളുടെ കണ്ണിന് ആവശ്യമുള്ള ഏത് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കോൺവെക്സ് ലെൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് പവർ. കോൺവെക്സ് ലെൻസ് ഓഫ് അപ്രോപ്രിയേറ്റ്. അയാളുടെ കണ്ണിന് എത്ര പവറിന്റെ കണ്ണടയാണോ വേണ്ടത്, ലെൻസ് ആണോ വേണ്ടത്, അത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഡിഫക്റ്റ് മാറ്റാൻ സാധിക്കും. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരികയാണെങ്കിൽ ഇതിലധിക ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, വറീഡൊന്നും ആവണ്ട. ഒന്നും കൂടെ ചാപ്റ്റർ റിവൈസ് ചെയ്യുക, ഒന്നും കൂടെ വീഡിയോ കാണാം. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഏത് ചാപ്റ്ററിൻ്റെ ഏത് ഭാഗമാണോ വേണ്ടത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.